പിണറായി അല്ല പാർട്ടി. പിണറായി മികച്ച മുഖ്യമന്ത്രിയാണ് എന്നതിൽ തർക്കവുമില്ല. 2 ടൈം പൂർത്തിയാക്കിയ പിണറായി ഇനി മാറി നിൽക്കണം. സിപിഎമ്മിൽ വെടി പൊട്ടിച്ച് മുതിർന്ന സിപിഎം നേതാവും മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി കെ ഗുരുദാസൻ. പി കെ ഗുരുദാസന്റെ തട്ടകം കൊല്ലമാണ്. ഒരു കാലത്തും ഇപ്പോഴും ബി എസിനോട് ഉറച്ചു നിൽക്കുന്ന നേതാവ്, ബി എസിനോട് അനുഭാവം പുലർത്തുന്ന നേതാവ്. ആ നേതാവാണ് പറഞ്ഞിരിക്കുന്നത്, പിണറായി ഇനിയും മത്സരിക്കേണ്ട കാര്യമില്ല. നല്ല മുഖ്യമന്ത്രിയാണ് പിണറായി എന്നതിൽ തർക്കമില്ല. നല്ല സംഘാടകനാണ് പിണറായി എന്നതിൽ തർക്കമില്ല. പക്ഷേ അദ്ദേഹം മാറണം. മാറിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യർ ഒരുപാടുണ്ട്. ഗോവിന്ദ മാസ്റ്റർ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള നേതാവാണ്. പി രാജീവ്, കെ എൻ ബാലഗോപാൽ, എം പി രാജേഷ് എന്നിവരൊക്കെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളവരാണ്. പുതിയ തലമുറയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കൊല്ലത്തെ സമുന്നത നേതാവായ പി കെ ഗുരുദാസൻ പിണറായിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. പിണറായിയും പി കെ ഗുരുദാസനും തമ്മിൽ വല്ലാത്ത വ്യത്യാസമുണ്ട്. പി കെ ഗുരുദാസൻ വി എസ് അച്യുതാനന്ദൻ ഗ്രൂപ്പിൽ ഇപ്പോഴും അടിയുറച്ചു നിൽക്കുന്ന നേതാവാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് വീണ്ടും മുകേഷിനെ നിർത്തുന്നതിൽ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ച നേതാവാണ്. മുകേഷിനെ നിർത്തരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പിണറായി മുകേഷിനെ നിർത്തി. മുകേഷ് കഷ്ടിച്ച് രക്ഷപ്പെട്ടതുകൊണ്ട് പിണറായിക്ക് മുഖം രക്ഷിക്കാനും ആയി. പക്ഷേ ഇപ്പോൾ പി കെ ഗുരുദാസൻ പിണറായിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. പ്രത്യക്ഷമായി അദ്ദേഹം പിണറായിയെ കുറ്റം പറയുന്നില്ല. പക്ഷേ ഇനി ഒരു ടൈം കൂടി പിണറായിക്ക് അനുവദിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. യുവതലമുറയിൽപ്പെട്ട എം പി രാജേഷ്, പി രാജീവ്, കെ എൻ ബാലഗോപാൽ എന്നിവരൊക്കെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണെന്ന് പി കെ ഗുരുദാസൻ പറയുമ്പോൾ സിപിഎമ്മിൽ വെടിപൊട്ടിയിരിക്കുന്നു. പി കെ ഗുരുദാസൻ പറഞ്ഞത് വളരെ ശ്രദ്ധിച്ചാണ്. ആ സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്. കോൺഗ്രസുകാരുടെ തമ്മിൽ തല്ല് ഒരു വശത്ത് നടക്കുമ്പോൾ വീണ്ടും കേന്ദ്ര നേതൃത്വം മുഖ്യമന്ത്രിയാകാൻ പിണറായി വിജയനെ അനുവദിക്കുമ്പോൾ പി കെ ഗുരുദാസൻ അതിന് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നു. അടിമുടി കമ്മ്യൂണിസ്റ്റാണ് പി കെ ഗുരുദാസൻ. അടിമുടി കമ്മ്യൂണിസ്റ്റ്. കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത നേതാവ്. ലാളിത്യമാർന്ന ജീവിതശൈലി, പാർട്ടി കൊണ്ട് ഒന്നുമുണ്ടാക്കാത്ത നേതാവ്. നിശബ്ദനായി അദ്ദേഹം ഏറെക്കാലം സിപിഎമ്മിനോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ പി കെ ഗുരുദാസൻ സംസ്ഥാന സെക്രട്ടറിയാകും എന്ന ധാരണ പരന്നിരുന്നു. ചടയൻ ഗോവിന്ദൻ അന്തരിച്ച ശേഷം വി എസ് അച്യുതാനന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാകാൻ നിയോഗിച്ചത് പി കെ ഗുരുദാസനെയായിരുന്നു. പക്ഷെ അന്ന് പോളിറ്റ് ബ്യൂറോവും കേന്ദ്രവും ഇടപെട്ട് പിണറായിയെ സംസ്ഥാന സെക്രട്ടറിയാക്കി മാറ്റി. പിന്നീട് സിപിഎം കണ്ടത് പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും തമ്മിലുള്ള ചക്കുളത്തി പോര്. മാധ്യമ പ്രസ്താവനകളിലൂടെ ഇരുവരും പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ച സിപിഎം കണ്ടു. വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ സജീവമല്ല. അദ്ദേഹം വിശ്രമ ജീവിതം നയിക്കുകയാണ്. പി കെ ഗുരുദാസൻ ഇപ്പോഴും കൊല്ലം ജില്ലയിൽ തന്റെ പാർട്ടി പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നു. സിപിഎമ്മിന്റെ തലമുതിർന്ന നേതാവായ പി കെ ഗുരുദാസൻ പിണറായിക്കെതിരെ രംഗത്ത് വന്നതോടെ അത് സിപിഎമ്മിൽ വലിയൊരു ചർച്ച ഉണ്ടാകുന്നു. പി കെ ഗുരുദാസനെ കൊല്ലം ജില്ലയിലെ പാർട്ടി പ്രവർത്തകർ ആദരവോടുകൂടിയാണ് കാണുന്നത്. കാരണം അദ്ദേഹത്തിന്റെ മടിയിൽ കനമില്ല.